അങ്ങനെ 5 വയസ്സിലാണ് അവൻ സംസാരം തുടങ്ങിയത്. അപ്പോൾ 5 വയസ്സിൽ സംസാരം തുടങ്ങുമ്പോൾ 5, 6, 7, 8 ഈ 4 വയസ്സ് ഈ 4 വർഷം കൊണ്ടാണ് അവൻ സംസാരം പുരോഗമിച്ചത്. അതായത് ആദ്യം 2 വാക്കുകളായിരുന്നു, 2 വാക്ക്, 3 വാക്ക്, 4 വാക്ക്, 5 വാക്ക്, അങ്ങനെ സെൻറ്റൻസുകൾ കൂട്ടി സംസാരിക്കാൻ തുടങ്ങിയത് ഒരു ഏകദേശം 8 വയസ്സിലാണ്. അതുവരെയൊക്കെ അവന് പിന്നെ ഈ ഓരോ വാക്കും 2 വാക്കും അത് നമ്മൾ വിപുലീകരിച്ച് കൊണ്ടുവരികയാണ്. അതായത് തെറാപ്പിയാണ് മെയിൻ. എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇവരിങ്ങനെ പുരോഗതി കൊണ്ടുവരും സ്പീച്ചിൽ. ഒരു കാര്യം ഒരിക്കലോ 2, 3, 4 പ്രാവശ്യമൊന്നും പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ചുരുങ്ങിയതൊരു 100 പ്രാവശ്യമെങ്കിലും നമ്മളിത് ആവർത്തിച്ച് പക്ഷെ നമുക്ക് പറയാൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്യും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വാക്ക്മാനിൽ റെക്കോർഡ് ചെയ്തിട്ട് അവൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം, ഇപ്പോൾ തക്കാളി എന്ന് തന്നെ ഈ വാക്ക്മാനിൽ ഒരു 100 പ്രാവശ്യമെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇന്നിപ്പോൾ ഫോണൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഫോണിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാം. അന്ന് പിന്നെ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇവരെ മുന്നോട്ട് കൊണ്ടു നിൽക്കുന്നത്. പിന്നെ അതുപോലെ മുളൻ്റെ ഓരോ സ്റ്റിക്കുകൾ ഉണ്ടാക്കും. മുളൻ്റെ വടികളൊക്കെ വെട്ടി സ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ട് അത് നാവിൻ്റെ അടിയിൽ വെച്ചിട്ട് നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും താഴോട്ടൊക്കെ അങ്ങനെ കുറേ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എക്സസൈസിൽ. പിന്നെ അതേപോലെ കയ്യിൽ നക്കിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ അവനെ കൊണ്ട് നക്കിയെടുപ്പിക്കും. പിന്നെ ബലൂണ് നന്നായിട്ട് വീർപ്പിക്കും അവനെ കൊണ്ട് കറക്റ്റായിട്ട് വരാൻ, സംസാരം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. പിന്നെ സ്ട്രോയിൽ നമ്മൾ ജ്യൂസ്, പാല്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സ്ട്രോയിലാണ് അവനെ കൊണ്ട് കുടിപ്പിക്കുക. അങ്ങനെ നമ്മൾ ഓരോന്ന് ഈ നാവിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ നമ്മൾ ക്ലിയറായി തന്നെ കൊടുക്കണം. പിന്നെ അതേപോലെ തേനും വയമ്പും നമ്മൾ രാവിലെ എണിച്ചപാട് അവിടെ നാവിൽ എപ്പോഴും വെച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം. പിന്നെ അതേപോലെ നമ്മൾ ഈ പിന്നെ ഹോമിയോ മരുന്ന് മുടങ്ങാതെ 2 വർഷത്തോളം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ കാരണങ്ങൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കും അവൻ എങ്ങനെയായാലും ഒരു 8 വയസ്സാകുമ്പോഴത്തേനും സെൻറ്റൻസുകളൊക്കെ കൂട്ടി സംസാരിക്കാൻ തുടങ്ങി. അത് 4 വർഷം കൊണ്ടാണ് അവൻ്റെ സ്പീച്ച് ക്ലിയർ ആയത്. 1, 2 വർഷം കൊണ്ടല്ല. നമ്മൾ നല്ല ക്ഷമ വേണം. ക്ഷമയോടുകൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇടയിൽ നമ്മൾ നല്ലോണം ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇവർ മുന്നോട്ട് വരുള്ളൂ. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ആദ്യം ഐ കോണ്ടാക്റ്റ് കൊണ്ടുവരിക, പിന്നെ അവൻ്റെ ഹൈപ്പർ കുറക്കാനുള്ള എക്സസൈസ്. ഹൈപ്പർ കുറയാൻ മാക്സിമം എക്സസൈസ് മാത്രമാണ്. എത്രത്തോണ്ട് ഇവരെ നടത്തിക്കുക, ഓട്ടിക്കുക, സൈക്കിൾ ചവിട്ടിക്കുക, അങ്ങനെ ഒരു പണി തീരുമ്പോൾ ഒരു പണി തീരുമ്പോൾ ഒരു പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഹൈപ്പർ കാണിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് എനിക്ക് നിഹാലിനെ വളർത്തിയാൽ തോന്നിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ സ്പീച്ചിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അത് കഴിയുമ്പോൾ രാത്രി 10 മണിയാണെങ്കിലും നമ്മൾ ഈ കാർഡുകളൊക്കെ വെച്ചിട്ട് പിന്നെ എന്താ പറയുക, അവനെ ഈ എന്താ പറയുക വാക്ക്മാനിലൊക്കെ നമ്മൾ പഠിപ്പിക്കുക. അങ്ങനെ നിഹാൽ 8 വയസ്സാകുമ്പോഴേക്കും സെൻറ്റൻസുകൾ കൂട്ടി വായിക്കാനും നല്ലോണം കഷ്ടപ്പെടണം. കഷ്ടപ്പെട്ടാൽ മാത്രമേ മുന്നോട്ട് വരുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇവരെ ആലോചിച്ചിട്ട് നാട് വിടേണ്ടി വരും. ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കും. അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം നിന്നിട്ട് നമ്മളത് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇവരെ തിരിച്ചെടുക്കാൻ നമുക്ക് സഹായിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പലരും പലതും പറഞ്ഞിട്ടുണ്ട്. നിഹാൽ മുന്നോട്ട് വരില്ല പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, എന്തിനാ കഷ്ടപ്പെടുന്നു ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതൊക്കെ എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലായതുകൊണ്ട് അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതം നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ലക്ഷ്യത്തിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ നിഹാലിനെയും കൊണ്ട് പഠിച്ച പാഠമാണ്. ഇനി ഇവർക്ക് സെൻറ്റൻസുകൾ ഓക്കെ ആയാലും ഇവർക്ക് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ആരെങ്കിലും വികൃതി കാട്ടിയാലോ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാലോ ഇവർക്ക് അതൊന്നും നമ്മുടെ അടുത്ത് വന്ന് പറയാനൊന്നും സഹായിക്കില്ല. പിന്നെ നമ്മൾ ഇവൻ്റെ ദേഹത്ത് എന്തെങ്കിലും ചോര പാടോ അല്ലെങ്കിൽ മുറിയുടെ പാടൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി പറഞ്ഞു തരാനൊന്നും ഇവർക്ക് സഹായിക്കില്ല. അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്, ഒരു 13, 14 വയസ്സിന് ശേഷമൊക്കെയാണ് നിഹാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് അപ്പം സംസാരിക്കാൻ ഇവർക്ക് കിട്ടില്ല. കുറേ നേരം ആലോചിച്ച് എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലേക്കാണ് പറയുക. അവർക്ക് അപ്പം പറയാനുള്ള ഒരു ആൻസറൊന്നും അപ്പം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവരിനോടുള്ള മുതലെടുപ്പ് വേറെ ഉണ്ടാവും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക. ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ അതേപോലെ സ്കൂളിൽ പോയിട്ട് തന്നെ സ്കൂളിൽ പോയാൽ തന്നെ ഇവർ എന്താ പറയുക, ഒരുങ്ങി ഒരു ഭാഗത്തിരിക്കില്ല. എന്താ പറയുക, 4 പറ ഓടും. ഇവരാരും ശ്രദ്ധിക്കാനുണ്ടാവില്ല, മൈൻഡ് ചെയ്യാനുണ്ടാവില്ല. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, നമ്മുടെ ലക്ഷ്യം എന്താണോ അത് മാത്രം നിറവേറ്റുക. ബാക്കിയുള്ളതൊക്കെ കുറേ കണ്ടില്ല വെക്കുക, കേട്ടില്ല വെക്കുക.
അങ്ങനെയൊക്കെയാണ് ഞാൻ നിഹാലിനെ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി കഥകളൊക്കെ അടുത്തതിൽ പറയാം.